ഇന്നലെ രാത്രിയിലിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചാറും അതേപോലെ തന്നെ കടലമെഴുക്കുവരട്ടിയായിരുന്നു. കടലമെഴുക്കുവരട്ടി ചേട്ടയ്ക്ക് അത്ര താല്പര്യമല്ല, അതുകൊണ്ട് ചേട്ടൻ ഉണക്കമീനും മുട്ടയും തൈരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. മീൻ കൊണ്ടുവന്നായിരുന്നു ആൾ പറഞ്ഞയച്ചത്, പക്ഷേ മീൻ മേടിച്ചില്ല. കാരണം ഞാനിന്ന് വീട്ടിലോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കി വെക്കാറില്ല. അവർ രണ്ടുപേരും അല്ലേ ഉള്ളൂ, ചേട്ടയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ടല്ലോ, അച്ഛന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയാൽ പോരെ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. അവർ രണ്ടുപേരും ചേട്ടയാണെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് കഴിച്ചോളും, അച്ഛനാണെങ്കിൽ വെളിയിൽ നിന്ന് കഴിച്ചോളും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് മീൻ വാങ്ങിയില്ല, ഇതാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അങ്ങനെ രാത്രി ഞങ്ങൾ മുട്ട പൊരിച്ചു. ചേട്ടയ്ക്ക് ഒരുപാട് സവാളയൊക്കെ ഇട്ട് പൊരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നിറയെ സവാളയൊക്കെ ഇട്ട് ഞാൻ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു. ഈ ഒരു മുട്ട രണ്ട് മുട്ട ഞാനും വെറുതെ പൊരിച്ച് തിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം മുട്ട പൊരിച്ച് വെറുതെ കഴിക്കാം. പുഴുങ്ങുന്നതും ഇഷ്ടമാണ്, അതേപോലെ തന്നെ എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. വറുത്ത് തിന്നാനും പുഴുങ്ങി തിന്നാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട. അത് ഏത് മുട്ടയാണെങ്കിലും ഞാൻ തിന്നും, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ എനിക്ക് ബുൾസൈയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഉണക്കമീനും ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല ഉണക്കമീൻ വറക്കണം, കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇതേപോലെ വെറുതെ ഉപ്പും മുളകും ഒക്കെ ചേർത്തിട്ട് ജസ്റ്റ് വറുത്തെടുക്കത്തേ ഉള്ളൂ. അങ്ങനെ തൈര് റെഡിയാക്കി, തൈരിൽ ഉപ്പും കൊച്ചുള്ളിയും സവാളയാണ് ചേർത്തത്. സവാളയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, അത്രയേ ഉള്ളൂ. പിന്നെ രാവിലത്തെ ചാറും ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ചേട്ടൻ ചോറ് കഴിച്ചു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ തട്ടിക്കൂട്ട് സാധനങ്ങൾ. ഞാൻ മിക്കപ്പോഴും വീഡിയോ എടുത്തില്ലേ, അങ്ങനെ എനിക്കിഷ്ടമാണ്.